നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഒരു വാഗണർ കാറിൻ്റെ പെട്രോൾ ഫില്ലർ നെക്കിൽ നിന്ന് പെട്രോൾ ടാങ്കിലേക്ക് പോകുന്ന പൈപ്പാണ്. ഈ പൈപ്പ് 2 വർഷത്തോളമായി ഉപയോഗത്തിലുണ്ടായിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇത് പൂർണ്ണമായും തുരുമ്പ് പിടിച്ച് നശിച്ച അവസ്ഥയിലാണ്. സാധാരണയായി ഒരു വാഹനത്തിൻ്റെ പുറം ഭാഗത്ത് കാണുന്ന തുരുമ്പിനേക്കാൾ അപകടകരമാണ് ഇത്തരത്തിൽ ഇന്ധന സംവിധാനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്ന തുരുമ്പ്. കാരണം ഇത് നേരിട്ട് പെട്രോൾ കടന്നു പോകുന്ന പൈപ്പാണ്. ഈ ഭാഗത്ത് ചെറിയൊരു ദ്വാരം വന്നാലും പെട്രോൾ ലീക്ക് ഉണ്ടാകാനും അതുവഴി വലിയ അപകടങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. എന്നെ അതിശയിപ്പിക്കുന്ന കാര്യം വെറും 2 വർഷം കൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് ഇത് എത്തിയതെന്നതാണ്. സാധാരണയായി ഇത്തരം ഭാഗങ്ങൾ കൂടുതൽ കാലം നിലനിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ കാണുന്നത് വളരെ ഗുരുതരമായ കൊറോഷനാണ്. ഇതിന് പിന്നിലെ കാരണം എന്താകാം? കടൽ തീരപ്രദേശങ്ങളിലെ ഉപ്പുകാറ്റാണോ? മഴക്കാലത്ത് അടിഭാഗത്ത് വെള്ളവും ചെളിയും അടിഞ്ഞു കൂടുന്നതാണോ? നിർമ്മാണ സമയത്ത് ഉപയോഗിച്ച മെറ്റീരിയലിൻ്റെ നിലവാരക്കുറവാണോ? അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അടിഭാഗം കൃത്യമായി വൃത്തിയാക്കാത്തത് കൊണ്ടാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് കരുതുന്നത്? നിങ്ങളുടെ വാഹനങ്ങളിൽ ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് വാഗണർ അല്ലെങ്കിൽ മറ്റ് കാറുകളിൽ ഫ്യൂവൽ ഫില്ലർ പൈപ്പ് ഇത്ര വേഗത്തിൽ തുരുമ്പ് പിടിച്ച സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റ് ചെയ്യൂ. കാരണം ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കുന്നത് മറ്റുള്ള വാഹന ഉടമകൾക്കും മുൻകരുതൽ എടുക്കാനും സഹായിക്കും. വാഹനം സർവീസ് ചെയ്യുമ്പോൾ എൻജിനും ഓയിലും മാത്രം ശ്രദ്ധിക്കാതെ ഇന്ധന പൈപ്പുകളും അടിഭാഗത്തെ മെറ്റൽ പാർട്സുകളും ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കാത്തിരിക്കുന്നു. നന്ദി.